السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ആദിമ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിലൂടെയും തിരു സുന്നത്തുകളിലൂടെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന്റെ ശേഷം അല്ലാഹു ആദം അലൈഹിസ്സലാമിന് ഇണയായിക്കൊണ്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയെയും സൃഷ്ടിച്ചു എന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ ശേഷം അല്ലാഹു പറയുകയാണ്, വഖുൽനാ, നാം പറഞ്ഞു, യാ ആദമു, ഹേ ആദമേ, ഉസ്കുൻ അൻത വസൗജുക അൽ ജന്ന, നീയും നിന്റെ ഇണയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചേക്കുക. വകുലാ മിൻഹാ റഗദൻ, അതിൽ നിന്ന് നിങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളുക. ഹൈസു ശിഅ്തുമാ, നിങ്ങൾ ഇരുവരും ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് യഥേഷ്ടം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വലാ തഖറബാ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ രണ്ടാളും സമീപിച്ചു പോകരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെയായാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടുപോകും. ഇത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഇതൊരു പരീക്ഷണമായിരുന്നു എന്നതിൽ സംശയമില്ല. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന്റെ ശേഷം ഇനി എന്താണ് അവിടെ വെച്ച് ആദമിലും ഹവ്വായിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. ഇതൊരു കേവലം പരീക്ഷണം മാത്രമാണ്. കാരണം അതിന്റെ പര്യവസാനം, സ്വർഗത്തിൽ ഇവരെ പാർപ്പിച്ചതിന്റെ ശേഷം ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളും അതിന്റെ പര്യവസാനങ്ങളുമൊക്കെ എന്തായിരിക്കുമെന്ന് അള്ളാഹുവിന് ശരിക്കും അറിയാം. അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിനെ തുടർന്ന് ഉള്ള നടപടികൾ എടുക്കാൻ, അവരെ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൽ ഒരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ. അതിന്റെ കാരണത്താലാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ഇരുവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, നീയും നിന്റെ ഇണയും
അപ്പൊ അള്ളാഹു അവരെ ഇണയായി നിശ്ചയിച്ചു. ഇണയായി കൊണ്ട്, ഭാര്യയായി കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഹവ്വാഇനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ പലപ്പോഴും പ്രമാണങ്ങളിലൊന്നും ഇല്ലാത്ത പല കഥകളും പലരും പറയാറുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചപ്പോൾ എന്തായിരുന്നു മഹർ കൊടുത്തത് എന്നൊക്കെയുള്ള ചർച്ചകൾ ചിലരൊക്കെ പറഞ്ഞു കേൾക്കാം. ആ വിവാഹം അതല്ലെങ്കിൽ അങ്ങനെ ഇണയാക്കിയത് റബ്ബാണല്ലോ, ആ റബ്ബാണല്ലോ അതിന്റെ കാര്യം പറയേണ്ടത്. നമുക്കാർക്കും അത് പറയാനൊട്ട് നിവൃത്തിയുമില്ല, അർഹതയുമില്ല, അവകാശവുമില്ല. എന്നിട്ട് മൗലിദിന്റെ കിതാബുകളിലൊക്കെ ആളുകൾ കെട്ടിയുണ്ടാക്കിയ കൃതികളിലൊക്കെ കാണാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഹവ്വാ ബീവിക്ക് മഹർ കൊടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ്. അടിസ്ഥാനരഹിതമാണ്, അതിനൊന്നും ഒരു പ്രമാണവും ഇല്ല. അങ്ങനെ ഒട്ടേറെ കഥകൾ, ഊഹങ്ങൾ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. നാം പ്രമാണങ്ങളിലൂടെയാണ് നമുക്ക് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുവാനുള്ളത്. അതുപോലെ തന്നെ പലരും ചർച്ച ചെയ്തു, നിങ്ങൾ ഇരുവരും സ്വർഗത്തിൽ നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളൂ, പക്ഷേ ഈ മരത്തെ സമീപിച്ചു പോകരുത് എന്ന് പറഞ്ഞ മരം ഏതാണ്? ആവശ്യമില്ലാത്ത ചർച്ച. ഏതാണ് മരം എന്ന് അറിയൽ ഈ സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹ് പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് റബ്ബ് വഹീ കൊടുത്തിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കും. അതിലൊന്നുമില്ലാത്ത ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമില്ല. കാരണം മരം ഏതാണെന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിലടങ്ങിയിട്ടുള്ള തത്വവും അതിലടങ്ങിയിട്ടുള്ള ഗുണപാഠവുമാണ് മുസ്ലിമീങ്ങൾക്ക് ഇതിൽ ഗ്രഹിക്കുവാനുള്ളത്. അതുകൊണ്ട് പലരും പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ആപ്പിൾ മരമായിരുന്നു, മുന്തിരിയായിരുന്നു, പല അഭിപ്രായക്കാരുണ്ട്, ഈത്തപ്പഴായിരുന്നു, ഈത്തപ്പനയായിരുന്നു, പലതുണ്ട്. ആ ചർച്ചകളിലേക്ക് പോകുന്നത് തന്നെയും അനാവശ്യമാണ്. ശരി, അള്ളാഹു ഇവരെ ഇരുവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് ഈ പരീക്ഷണ ഘട്ടം, നിങ്ങൾ ഇവിടെ നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചോളൂ, പക്ഷേ ഈ മരത്തെ സമീപിക്കരുത്, അങ്ങനെ സമീപിച്ചാൽ നിങ്ങൾ ഇരുവരും അക്രമികളായി പോകുമെന്ന് പറഞ്ഞല്ലോ. എന്താ സംഭവിച്ചത്? ശൈത്താൻ അവരെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. സൂറത്തുൽ ബഖറ 36-ാമത്തെ ആയത്തിൽ കാണാം, അവരെ രണ്ടാളെയും ശൈത്താൻ, പിശാച് അവരെ രണ്ടാളെയും അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അവർ ഉണ്ടായിരുന്ന സുഖസൗകര്യങ്ങളിൽ നിന്ന് അവരെ അവൻ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ അല്ലാഹ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുക, നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്, ഭൂമിയിൽ നിങ്ങൾക്ക് പാർപ്പിടമുണ്ട്. അള്ളാഹു കണക്കാക്കുന്ന ഒരു അവധി വരെ നിങ്ങൾക്ക് അവിടെ വിഭവങ്ങളും ഉണ്ട്. അപ്പൊ ശൈത്താൻ, പിശാച് അവരുടെ മനസ്സിൽ ദുർബോധനം നടത്തുക. അത് സൂറത്തുൽ അറാഫിൽ അല്ലാഹ് പറഞ്ഞു, ഫവസ്വസ ലഹുമാ ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. സൂറത്തുൽ അറാഫിലെ 19-20 ആയത്തിൽ ഫവസ്വസ ലഹുമാ ശൈത്താനു, അവർ ഇരുവരിലും ശൈത്താൻ ദുഷിച്ച രൂപത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കി, അവരിൽ വസ്വാസ് ഉണ്ടാക്കി, തോന്നിപ്പിച്ചു, അരുതാത്തത് ചെയ്യാൻ തോന്നിപ്പിച്ചു. അത് കാരണത്താൽ എന്തുണ്ടായി? അവരിൽ പ്രകൃത്യാ തന്നെ സ്വർഗീയമായ ഒരു വസ്ത്രം അവരിൽ ഉണ്ടായിരുന്നത്, ആ വസ്ത്രം അവരിൽ നിന്ന് ഉരിഞ്ഞു വീണു. അവരുടെ നഗ്നത വെളിവാകാൻ അത് കാരണമായി. അവരിൽ ഒരു സ്വർഗീയമായ ഒരു വസ്ത്രം, ഒരു ലിബാസ് ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം അല്ലാഹു തആല പറഞ്ഞിടത്ത്, ഫലമ്മാ ദാഖ ശജറത ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അൽ-അറാഫിൽ 22-ാമത്തെ ആയത്ത്. അതോടൊപ്പം തന്നെ റബ്ബ് പറയുന്നുണ്ട്, യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. അവരിൽ ഇരുവരിലും ഉണ്ടായിരുന്ന ലിബാസ് അതിലൂടെ നീക്കം ചെയ്യപ്പെടുകയാണ്.
ഉണ്ടായിരുന്ന വസ്ത്രം അതെങ്ങനെയായിരുന്നു, എന്താ എന്നൊന്നും നമുക്കറിയൂല. പക്ഷെ അവരിൽ ഉണ്ടായിരുന്ന ഒരു നാണം മറഞ്ഞു കിടന്നിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അവരുടെ ബോഡിയിൽ, ശരീരത്തിൽ. ഈ പഴം അതല്ലെങ്കിൽ ഈ വിലക്കപ്പെട്ടത് ഭക്ഷിച്ചതോടുകൂടി അത് ഉരിഞ്ഞു വീണു, അവരുടേതായ നഗ്നത വെളിവായി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആ അവസരത്തിൽ നഗ്നത വെളിവായപ്പോൾ അവർ സ്വർഗീയമായ ഇലകൾ കൊണ്ട് നാണം മറക്കാൻ തുടങ്ങി. ആ വൃക്ഷത്തിൽ നിന്ന് അവർ രുചി നോക്കിയപ്പോൾ അവരുടെ ഇരുവരുടെയും അതേ കാണരുതാത്ത ഭാഗം വെളിവായി. അത് വെളിവായി. സ്വർഗീയ ഇലകൾ മുഖേന അവർ അവരുടെ ശരീരത്തിൽ പറ്റിക്കാൻ തുടങ്ങി. അവര് നാണം മറക്കാൻ തുടങ്ങി, ഔറത്ത് മറക്കാൻ തുടങ്ങി. അപ്പോ അവരിൽ ശൈത്താൻ സ്വാധീനം ചെലുത്തി, അവരിൽ ദുർബോധനം നടത്തി. അവരെ പ്രലോഭിപ്പിക്കുകയാണ് ശൈത്താൻ വാസ്തവത്തിൽ ചെയ്തത്. അവൻ പ്രലോഭിപ്പിച്ചു, നല്ല വിള്ള ചമഞ്ഞു. അവൻ പലതും പറഞ്ഞുകൊണ്ട് അവരുടെ രണ്ടാളുടെയും മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് തോന്നിപ്പിച്ചു. അവൻ ചോദിച്ച ഒരു ചോദ്യം ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അഅറാഫ് 20-21 ആയത്തിലും സമാനമായ ആശയം സൂറത്ത് ത്വാഹയിലും കാണാം. അഅറാഫ് സൂറത്തിൽ അല്ലാഹു പറയുന്നു, ആ ശൈത്താൻ അവരുടെ മനസ്സിൽ ദുർബോധനം ഇട്ട് കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, മാനഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ശൈത്താൻ അവരോട് പറയാണ്, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് രണ്ടാളോടും നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് വിരോധിച്ചത്. എന്തിനാ വിരോധിച്ചതെന്നോ, ഇല്ലാ അൻ തകൂനാ മലകൈനി, നിങ്ങൾ രണ്ടാളും ഇതിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ മലക്കുകളായി പോകും, നിങ്ങൾ മലക്കായി മാറും. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ശാശ്വതരായി കഴിയും. അപ്പൊ കഴിച്ച അങ്ങനെ ആവും. അവിടെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടാച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്, കഴിച്ചോളാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ കഴിച്ച ഇവിടെ തന്നെ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് നിൽക്കാം, അതിനാണെന്ന് പറഞ്ഞു. വഖാസമഹുമാ, അവരോട് രണ്ടാളോടും ശൈത്താൻ സത്യം ചെയ്തു പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, നിശ്ചയമായും നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ ഗുണം കാക്ഷിക്കുന്ന ഒരു ഗുണകാംക്ഷിയിൽപ്പെട്ടവൻ തന്നെയാണ്. അതിൽ നിന്നാണ് മുസ്ലിമീങ്ങൾ പാഠം പഠിക്കേണ്ടത്. മനുഷ്യൻ ശൈത്താൻ എപ്പോഴും മനുഷ്യനെ പഴപ്പിക്കാൻ വരുമ്പോ, നീ പഴച്ചു പോയിക്കോ, നീ തെറ്റിപ്പോയിക്കോ, നിന്നെ ഞാൻ നശിപ്പിക്കും, നിന്നെ ഞാൻ ഇടങ്ങേറിലാക്കും എന്നൊന്നും പറഞ്ഞിട്ടല്ല വരിക. നല്ല കേൾക്കാൻ ചന്തമുള്ള പ്രലോഭനങ്ങൾ പറഞ്ഞിട്ടാണ്, നല്ല സുന്ദര മോഹന വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞിട്ടാണ് നമ്മളെ അബദ്ധത്തിലേക്ക് കൊണ്ടുപോവുക. ഗുണകാംക്ഷിയുടെ സ്വരത്തിലാ സംസാരിക്കുക. കണ്ടോ, ഒന്നാമത്തെ മനുഷ്യനെ പഴപ്പിക്കാൻ, ഒന്നാമത്തെ മനുഷ്യനെയും ആ രണ്ടാളെയും പഴപ്പിക്കാൻ ഇബ്ലീസ് എടുത്ത തന്ത്രം എന്താണ്? പ്രലോഭിപ്പിക്കാൻ, നുണ പറയണം. നുണ പറഞ്ഞ് ഇല്ലാത്ത വാഗ്ദാനം, അതാണല്ലോ വ്യാമോഹങ്ങള്. വ്യാമോഹം ജനിപ്പിക്കുകയാണ്, കള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുന്നു, കാരണം സത്യം ചെയ്തിട്ടാ പറയുന്നത്, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഗുണം കാക്ഷിക്കുന്നയാള് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ സംസാരിക്കണമൊക്കെ, നിങ്ങൾ നന്നാവാനാ, നിങ്ങളുടെ ഗുണത്തിനാ എന്നും പറഞ്ഞ് ഏറ്റവും നല്ല നിലക്കാണ് അവൻ സംസാരിക്കുന്നത്. സൂറത്ത് ത്വാഹയിൽ കാണാം, ഹൽ അദുല്ലുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ആദമേ, അലാ ശജറത്തിൽ ഖുൽദി, ശാശ്വതത്വത്തിന്റെ മരം. കഴിച്ചാ പിന്നെ മരണമില്ല, ഇവിടെ ശാശ്വതമായി ജീവിക്കാം. വ മുൽക്കിൻ ലാ യബ്ലാ, ഒരിക്കലും നശിച്ചു പോകാത്ത അധികാരവും ആധിപത്യവും നിനക്ക് ഉറപ്പാണ്, അതുകൊണ്ട് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആ നിലക്ക് ഏറ്റവും വലിയ ആ നിലക്കുള്ള മോഹന വാഗ്ദാനമാണ് ഇബ്ലീസ് നൽകിയത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ശൈത്താൻ എന്താ ചെയ്തത്? ഒരു തിന്മയെ നന്മയായി കാണിക്കാൻ വേറൊരു പേര് കൊടുത്തു. കണ്ടോ, ഒരു തിന്മ നന്മയായി തോന്നാൻ എന്ത് ചെയ്തു? ഒരു വേറെ പേരാണ് കൊടുത്തു.
വിലക്കപ്പെട്ട പഴത്തിനും അല്ലെങ്കിൽ വിലക്കപ്പെട്ട മരത്തിന് അവനെന്താ പേര് കൊടുത്തത്? ഷജറത്തുൽ ഖുൽദ്, ശാശ്വതത്വത്തിന്റെ മരമാണത്. കഴിച്ചാൽ ശാശ്വതമായി കഴിയാം. അത് ഇബ്ലീസ് ഇന്നും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ്. മനുഷ്യനെ പിഴപ്പിക്കാൻ അവൻ നാനാ മാർഗങ്ങളും അവൻ ഉപയോഗപ്പെടുത്തുമ്പോ പലതിനും ഹറാമായ പലതിനും അവൻ വേറെ നല്ല രൂപത്തിലുള്ള വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ് നല്ല പേരുകൾ കൊടുക്കും. അപ്പൊ അത് അനുവദനീയാണ്. മനുഷ്യരിങ്ങനെ തോന്നും. ഓരോ നല്ല നല്ല ന്യായങ്ങൾ പറഞ്ഞ് ആ രൂപത്തിലുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് അവൻ മനുഷ്യനെ പിഴപ്പിക്കും. കള്ളു കുടിച്ചോ മനുഷ്യ, ലഹരി നുണഞ്ഞോ, അതൊന്നും അത്ര തകരാറുള്ളതല്ല. ഒരാത്മീയമായ നിർവൃതി കിട്ടാൻ വന്നോ, നിന്റെ ടെൻഷനൊക്കെ ഒന്ന് മാറണ്ടേ, നിനക്കൊരു സുഖം വേണ്ടേ, നിനക്കൊന്ന് സ്വർഗീയ ആനന്ദം കിട്ടണ്ടേ, നിനക്കെല്ലാം മറന്നൊന്ന് ഉല്ലസിക്കണ്ടേ, ആത്മീയമായി നിന്റെ നിർവൃതി കിട്ടാനും നിന്റെ ആത്മീയമായ ആ സുഖങ്ങളെ പരിപോഷിപ്പിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായ ചൈതന്യമാണ് നിനക്ക് ലഹരിയിലൂടെ കിട്ടുക. അതൊന്നും അത്ര തകരാറുള്ളതൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിന് വേറൊരു പേര് കൊടുത്തിട്ട് അതാണ് ഹലാലാക്കി കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയില്ലേ? യകൂനന്ന മിൻ ഉമ്മത്തി യഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. എന്റെ സമുദായത്തിൽ എന്ന ചില ആളുകൾ വരാനിരിക്കുന്നു. അവര് വരിക തന്നെ ചെയ്യും. അവര് അനുവദനീയമാണെന്ന് ഫത്വ കൊടുക്കും. അവര് ഹലാലാക്കി കൊടുക്കും ജനങ്ങൾക്ക്. എന്ത്? അൽ ഹിറ, വ്യഭിചാരം. വ്യഭിചാരം അത് അനുവദനീയമാണെന്നവര് ഫത്വ കൊടുക്കും. പക്ഷേ വ്യഭിചാരം എന്ന പേരാവില്ല കൊടുക്കുക, വേറെ ചില പേരുകളിലൂടെ അത് അനുവദിച്ചു കൊടുക്കും. കലയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ, നോവലിന്റെ പേരിൽ, അതുപോലെ തന്നെ ഉല്ലാസത്തിന്റെ പേരിൽ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, അങ്ങനെ പലതിന്റെയും പേരിൽ പല പേരിട്ടുകൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടകലർത്തിക്കൊണ്ട് വ്യഭിചാരത്തിന്റെ എല്ലാ മാർഗത്തിലേക്കും ശൈത്താൻ കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെ അനുവദനീയാണതൊന്നും തകരാറില്ല. ഇതൊക്കെ കലയാണ്, ഇതൊക്കെ ഒരു സാഹിത്യമാണ്, ഇതൊക്കെ ഒരു സിനിമയാണ്, ഇതൊക്കെ ഒരു നോവലാണ്. ഇതൊക്കെ അംഗീകരിക്കാത്തവന് ഈ കാലഘട്ടത്തിൽ കൊള്ളില്ലെന്ന് പറഞ്ഞ് മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ തിന്മക്കും ആനുകാലികമായി മനുഷ്യന് യോജിക്കാവുന്ന അവന്റെ ബുദ്ധിയെ ആകർഷിക്കുന്ന നിലക്കുള്ള പേരുകൾ പുതിയതങ്ങനെ കൊടുത്തു പഴപ്പിക്കും. അങ്ങനെയാണ് കള്ളിനെയും അനുവദനീയമാക്കുക, അങ്ങനെയാണ് വ്യഭിചാരത്തെയും അനുവദിച്ചു കൊടുക്കുക, അങ്ങനെയാണ് പുരുഷന് സിൽക്ക് വസ്ത്രത്തെയും അനുവദിച്ചു കൊടുക്കുക, അങ്ങനെയാണ് മനുഷ്യന് സംഗീതോപകരണങ്ങളും മ്യൂസിക്കുകളും ഒക്കെ ഉപയോഗപ്പെടുത്തലും അതൊക്കെ ആസ്വദിക്കലും വേണ്ടത് തന്നെയാണെന്ന് മനുഷ്യന്റെ കാതിൽ തോന്നിപ്പിക്കുന്നതും ശൈത്താൻ തന്നെ. അതിനൊക്കെ അവൻ പേരിട്ട് കൊടുക്കും. കലയാണ്, സംഗീതമാണ്, സാഹിത്യമാണ്, നോവലാണ്, ആനന്ദമാണ്, ആ രൂപത്തിലുള്ള സുഖങ്ങളാണ്, നിർവൃതിയാണ്. അത് ശൈത്താന്റെ ഒരു പണിയാണ്. അതിൽ പെട്ടുപോകരുത് എന്നാണ്. കാരണം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, റബ്ബിന്റെ മുമ്പിൽ വെച്ചവൻ പറഞ്ഞിട്ടുണ്ട്, അതേ അവന്റെ ആദമിന്റെ സന്താനങ്ങളെ മുഴുവനും ഞാൻ പഴപ്പിക്കും. കുറഞ്ഞ ആളുകളല്ലാത്തവരെയൊക്കെ ഞാൻ പഴപ്പിക്കും, നല്ല ഇഖ്ലാസ് ഇല്ലാത്തവരെയൊക്കെ ഞാൻ പഴപ്പിക്കും. അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്കാവുന്ന രൂപത്തിൽ നീ ഇളക്കി വിട്ടോ, ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട് ഇളക്കി വിട്ടോ. ശൈത്താന്റെ ശബ്ദം കൊണ്ട് മനുഷ്യരെ പഴപ്പിച്ച് ഇളക്കി വിടുക എന്ന് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ അവന്റെ സൗത്ത് പറഞ്ഞത് മ്യൂസിക്കാണ്, സംഗീതമാണ്. അതിലൂടെ അവൻ ഒരുപാട് ആളുകളെ പഴപ്പിക്കും. അതില്ല ഞാൻ പറ്റൂല, അതൊക്കെ ഈ കാലത്ത് ഹലാലാണ്, അതൊക്കെ ഹറാമാന്ന് പറയുന്ന ഒരു പിന്തിരിപ്പന്മാരാണ്, അവരൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ സൗത്ത് കൊണ്ട് അവൻ ഇളക്കി വിടും. അവന്റെ കാലാൾപ്പട കൊണ്ടും വാജിലിബ് അലൈഹിം ബിഖൈലിക വറജിലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. അവന്റെ കുതിരപ്പട കൊണ്ടും കാലാൾപ്പട കൊണ്ടുമൊക്കെ അവൻ ഇവർക്ക് നേരെ വരും. എന്താ ഈ ശൈത്താന്റെ കുതിരപ്പടയും കാലാൾപ്പടയും എന്നൊക്കെ പറഞ്ഞ ഏത് മാർഗത്തിലൂടെയൊക്കെ മനുഷ്യനെ പഴപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവൻ ഉപയോഗപ്പെടുത്തും. അതിനോരോ പുതിയ പേരിടും. ഓരോ കാലത്ത് ഓരോ പേരായിരിക്കും ഒരു തിന്മക്ക്. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന് വേറൊരു പേരായിരിക്കും. മനുഷ്യനിങ്ങനെ നല്ല ആനന്ദവും ആകർഷണീയതൊക്കെ തോന്നുന്ന വർണ്ണാഭമായ പേരുകളിട്ട് ആകർഷണീയമായ നിലക്കതങ്ങനെ അവതരിപ്പിക്കും അവൻ. അതുപോലെ തന്നെ സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ നീ അവരിൽ പങ്കുചേർന്നോളൂ എന്ന് പറഞ്ഞു അല്ലാഹ്.
എങ്ങനെയാ ആ മക്കളോടുള്ള കടമകളിലും അത് വളർത്തുന്നതിലും പരിപാലിപ്പിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും സമ്പത്ത് സ്വീകരിക്കുന്നതിലും അത് അധ്വാനിക്കുന്നതിലും സമ്പത്ത് ഈ ലോകത്ത് വെച്ച് സമ്പാദിക്കുന്നതിലും അത് വിനിമയം നടത്തുന്നതിലും ഒക്കെ ശൈത്താന്റെ നിർദ്ദേശങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ട് അനുസരിച്ചു കൊണ്ടുപോകുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അവൻ അതിനനുസരിച്ച് അവരോട് ഇങ്ങനെ സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ മനസ്സിലാക്കണം, അല്ലാഹു പറയാണ് മനുഷ്യനോട്, വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, വഞ്ചനയല്ലാതെ ശൈത്താൻ വാഗ്ദത്തം ചെയ്യൂല. ശൈത്താൻ എന്ത് വാഗ്ദത്തം ചെയ്തോ അത് വെറും ചതിയായിരിക്കും. അതുകൊണ്ട് ശരിക്ക് ശൈത്താനെ സൂക്ഷിച്ചോളണം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം തന്നെ ഇന്നഹാദാ അദുവ്വുൽ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ. ത്വാഹ 117 ആയത്ത്. അല്ലാഹു തആല നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദമിനോടും ഹവ്വയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്നഹാദാ അദുവ്വുൽ ലക. ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ നിനക്കുള്ള ശത്രുവാണ്, ഇവൻ നിന്റെ ശത്രുവാണ്, നിനക്ക് മാത്രമല്ല നിന്റെ ഇണക്കും. അതുകൊണ്ട് നിങ്ങളെ ഇരുവരെയും സ്വർഗത്തിൽ നിന്നവൻ പുറത്താക്കാൻ ഇടവരാതിരിക്കട്ടെ. അത് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെയായാ നിങ്ങൾ ദൗർഭാഗ്യവാന്മാരായി പെട്ടുപോകും. ഇതൊക്കെ പറഞ്ഞിട്ടും പിന്നെ എങ്ങനെയാ ആദം നബി അലൈഹിസ്സലാമിൽ പെട്ടുപോയത്? ഇങ്ങനെയൊക്കെ അല്ലാഹ് മുൻകൂട്ടി പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ആദം നബി അലൈഹിസ്സലാം ഇവരുടെ ദുർബോധനത്തിൽ പെട്ടുപോയത്? അത് ചർച്ച ചെയ്യുന്നിടത്ത് ഉലമാ പണ്ഡിതന്മാര് ചില കാര്യം പറയുന്നുണ്ട്. ഖാല അഹ്ലുൽ ഇൽം, പണ്ഡിതന്മാര് പറയാണ്, മാ കാന ആദമു യളുന്നു അന്ന അഹദൻ യജ്റഉ അലാ അൻ യുഖ്സിമ ബില്ലാഹി കദിബൻ ഫഅതാഹു ലിഹാദസ് സബബ്. എന്താ പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും വിചാരിച്ചില്ല എന്ത്? അള്ളാന്റെ പേരിൽ സത്യമിട്ടുകൊണ്ട് വരുന്ന ഒരുത്തം കളവ് പറയുന്നു ആദം നബി അലൈഹിസ്സലാം വിചാരിച്ചില്ല. ഇവ സത്യത്തിട്ടല്ലേ പറയുന്നത്, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, സത്യാണ് ഞങ്ങൾക്ക് ഗുണകാംക്ഷിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു മനുഷ്യൻ ഒരാള് നുണ പറയുമെന്ന് ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തില്ല? ചിന്തിച്ചില്ല. ഫഅതാഹു ലിഹാദസ് സബബ്, അതിൽ കുടുങ്ങിപ്പോയി, അവന്റെ ആ വാക്കിൽ കുടുങ്ങിപ്പോയി. വലിദാലിക ഖാല അല്ലാഹു തആല, അതുകൊണ്ട് അല്ലാഹ് പറയാണ്, വഅസാ ആദമു റബ്ബഹു ഫഗവാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിന്റെ കൽപ്പനക്ക് എതിര് ചെയ്തു. അങ്ങനെ അദ്ദേഹം തെറ്റിപ്പോയി, മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി, ശൈത്താന്റെ ദുർബോധനത്തിൽ പെട്ടുപോയി. വിശുദ്ധ ഖുർആൻ പറയും. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും ബോധ്യമായി ചെയ്തത് തെറ്റായി എന്ന് ബോധ്യമായി. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും എന്താ ചെയ്തത്? അവർക്ക് ബോധ്യമായി സംഗതി ഞങ്ങളില്ലെന്ന്, അരുതാത്തത് വന്നുപോയി എന്ന് ഉറപ്പിച്ചപ്പോ അവർ ഇബ്ലീസിനെ പോലെയല്ല, ഇബ്ലീസിന് തിന്മയാണെന്ന് മനസ്സിലായിട്ടും അവൻ കൂടുതൽ അഹങ്കരിച്ച്, കൂടുതൽ അവൻ അഹന്തയുടെ വർത്തമാനമാണ് പറഞ്ഞതെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഫതലഖാ ആദമു മിർ റബ്ബിഹി, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിൽ നിന്ന് സ്വീകരിച്ചോ, ഏറ്റെടുത്തോ, പഠിച്ചെടുത്തോ കലിമാത്തിൻ, ചില കലിമത്തുകൾ. എന്നിട്ട് ഫതാബ അലൈഹി, അത് മുഖേന ആനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹ് പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയം അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. രണ്ടാളും പ്രാർത്ഥിച്ചു. അബദ്ധമാണെന്ന് ബോധ്യമായാൽ എന്താണ് ഇതിൽ അടങ്ങിയ പാഠം? മനുഷ്യരുടെ ഒന്നാമത്തെ മനുഷ്യരാണ് ഈ ചെയ്യുന്നത്. അബദ്ധം സംഭവിച്ചോ പിന്നെ ന്യായീകരിക്കുന്നില്ല. ഇബ്ലീസ് ചെയ്ത എന്താ? ന്യായീകരണ. ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞു സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവൻ അനുസരിച്ചില്ല. എന്തേ ചെയ്യാഞ്ഞപ്പോ ന്യായീകരണവും യുക്തിവാദവും ഒക്കെ നിരത്തുക ചെയ്തത്. അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നാറിൽ നിന്നാണ്, അവനാണെങ്കിൽ കളിമണ്ണിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് യുക്തിവാദം നിരത്തി അങ്ങോട്ട് വർത്തമാനം പറയാണ് ചെയ്തത്. മാത്രമല്ല അവൻ ഒരിക്കലും പശ്ചാത്താപം തോന്നിയില്ല, കുറ്റബോധം തോന്നിയില്ല. ശൈത്താന് അഹങ്കാരത്തിന്റെ വർത്തമാനമേ പറഞ്ഞുള്ളൂ. അതേ അവസരത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും
ഹവ്വാ റളിയല്ലാഹു അൻഹയും നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്താണ്? അബദ്ധം പറ്റിപ്പോയി എന്നുറപ്പായോ പിന്നെ അത് ന്യായീകരിക്കുന്നില്ല. കുറെ കഴിയട്ടെ എന്ന് വിചാരിച്ച് തൗബ ചെയ്യാൻ കാലതാമസത്തിലേക്ക് നീട്ടിവെക്കുന്നില്ല. ഉടനെ അവർക്ക് ബോധ്യമായപ്പോൾ ഉടനെ അവരിരുവരും അല്ലാഹുവിനോട് തേടുകയായി. അത് സൂറത്തുൽ അറാഫിൽ ആ പ്രാർത്ഥന റബ്ബ് എടുത്തു പറയുന്നു. ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടാളും പറഞ്ഞു, രണ്ടാളും തേടി, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ലലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു റബ്ബേ, അരുതാത്തത് ഞങ്ങളോട് ഞങ്ങൾ ചെയ്തു പോയി. ഇല്ലം തഗ്ഫിർ ലനാ, കണ്ടോ കുറ്റബോധം, ആദ്യം തന്നെ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയാണ്. റബ്ബേ, അരുതാത്തത് വന്നുപോയി. ആ കുറ്റബോധത്തോടെ അവരത് സമ്മതിക്കുന്നു. അരുതാത്തത് ചെയ്തു പോയി റബ്ബേ, ഇനി ഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പൊറുത്തിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ തന്നെ പെട്ടുപോകുമല്ലോ, ഞങ്ങൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിത്തീരും, ഉറപ്പാണ്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളിൽ നിന്ന് പറ്റിപ്പോയ അബദ്ധം നീ പൊറുത്തു തരണം, മാപ്പാക്കണം, നീ ഞങ്ങൾ ഇരുവരോടും കരുണ ചെയ്യണം. ആ തൗബ, ആ ഖേദ പ്രകടനം മഹാനായ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നും പുറത്തു വരികയാണ്. അപ്പോൾ അതിൽ നമുക്കടങ്ങിയിട്ടുള്ള പാഠം, തിന്മയാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ നീട്ടിവെക്കരുത്, ന്യായീകരിക്കരുത്, അതിൽ തന്നെ കാലമിങ്ങനെ പിടിച്ചു നിൽക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? അരുതാത്ത വല്ലതും പ്രവർത്തനങ്ങളും ചെയ്യരുതാത്തത് വന്നുപോയ പിന്നെ ഇമ ന്യായീകരിച്ച് കടിച്ചു തൂങ്ങി നിൽക്കല്ല. അബദ്ധാണോ? തിരുത്തന്നെ. അബദ്ധമായി പോയോ? തിരുത്തും. അവരുടനെ എന്ത് ചെയ്യും? അവരിൽ വല്ലതും സംഭവിച്ചു പോയാൽ, അല്ലാഹുവേ, നിനക്കിഷ്ടമില്ലാത്തത് വന്നുപോയല്ലോ എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവരുടനെ എന്ത് ചെയ്യും? റബ്ബിനോട് അവർ പൊറുക്കലിനെ ചോദിക്കും. കാരണം റബ്ബല്ലാതെ പൊറുക്കുന്നവര് മറ്റാരുമില്ല. പിന്നെ പറഞ്ഞത് നോക്കൂ, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂന, ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ആ തിന്മയിൽ അവർ തുടർന്നു പോവില്ല. അബദ്ധം പറ്റി ആർക്കും സംഭവിക്കാം, എല്ലാവർക്കും സംഭവിക്കാം. അങ്ങനെ പറ്റിപ്പോയ അബദ്ധം പിന്നെ അബദ്ധാന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അത് തുടരരുത്, പിന്നെ അത് തുടരാൻ പാടില്ല, പിന്നെ അതിന്മേൽ കടിച്ചു നോങ്ങി നിൽക്കൂല, പിന്നെ അതിനെ ന്യായീകരിക്കൂല. അബദ്ധമായോ ഉടനെ തിരുത്തും. അതാണ് ഇവിടെ സംഭവിച്ചത്. ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് മഹാന്മാരിൽ നിന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ അവരുടനെ തന്നെ റബ്ബിനോട് തേടി, റബ്ബിനോട് അവര് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയും ചില കെട്ടുകഥകൾ പറയാറുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഇവിടെ തേടിയത് അല്ലാഹുവിനോട് കേവലം നേരിട്ടൊരു തേട്ടം തേടിയതല്ല, ഇടക്കൊരു ആളെ നിർത്തിയിട്ട് ഹക്ക് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ഒരു കെട്ടുകഥ പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഹദീസ് സഹീഹല്ല. എന്താണ് ആ കഥയുടെ ചുരുക്കം? ആദമിൽ നിന്ന് അബദ്ധം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിലൂടെ ഖേദത്തോടെ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ തല ഉയർത്തി നോക്കി മുകളിലേക്ക്, എന്നിട്ട് പറഞ്ഞു, ഫഖാല അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് കൊണ്ട് നീ എന്റെ പാപം പൊറുക്കണേ എന്ന് ആദം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഫഅൗഹല്ലാഹു ഇലൈഹി, അല്ലാഹു ആദമിനോട് വഹി കൊടുത്തു. അമൻ മുഹമ്മദ്, ആരാണ് ഈ മുഹമ്മദ്? പറഞ്ഞില്ലേ മുഹമ്മദ് ബിഹഖി മുഹമ്മദ്, അതാരാ?
അദ്ദേഹം പറഞ്ഞു, തബാറകസ്മുക ലമ്മാ ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ നിന്റെ അർശിലേക്ക് ഞാനൊന്ന് തലയുയർത്തി നോക്കിയപ്പോ ഫഇദാ ഫീഹി മക്തൂബുൻ, അവിടെ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നവിടെ എഴുതി വെക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഫഅലിംതു, അപ്പൊ എനിക്ക് ശരിക്കും ബോധ്യായി, അന്നഹു ലൈസ അഹദുൻ അഅ്ളമു ഇൻദക ഖദറൻ മിമ്മൻ ജഅൽത ഇസ്മഹു മഅസ്മിക്, നിന്റെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് ചേർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അയാൾ മോശക്കാരനല്ല, വമ്പിച്ച സ്ഥാനമുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അല്ലാഹു തആല ആദമിന് വഹി കൊടുത്തു, യാ ആദമേ നീ മനസ്സിലാക്കിക്കോ, ഇന്നഹു, അദ്ദേഹം ആഖിർ, അദ്ദേഹം അവസാനത്തെ പ്രവാചകൻ തന്നെയാണ്, അദ്ദേഹം അവസാനമായി വരാൻ പോകുന്ന പ്രവാചകനാണ്, അദ്ദേഹം മുഖേന നിന്റെ പാപം ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. ഇത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനെതിരാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിക്കാണ്. അൽ ബഖറ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബി കലിമാത്, അല്ലാഹുവിങ്കൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ചില വാചകങ്ങൾ പഠിച്ചെടുത്തു, സ്വീകരിച്ചു, ഏറ്റെടുത്തു. കലിമാത്ത് ഏതാ, വാചകങ്ങൾ ഏതാന്ന് അവിടെ പറഞ്ഞില്ല. അതേ അവസരത്തിൽ സൂറത്തുൽ അറാഫിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇതേ സംഭവം പറയുന്നിടത്ത് ഫഖാല, അവർ ഇരുവരും പ്രാർത്ഥിച്ചു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാണ് അവർ പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയും. അവിടെ ഒന്നും റബ്ബനാ വലംനാ അൻഫുസനാ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ നീ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ പാപം പൊറുക്കണേന്ന് അവർ രണ്ടാളും പറഞ്ഞു എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. സഹീഹായ ഹദീസിലും എവിടെയും വന്നിട്ടില്ല. പിന്നെ ഇത് ഉദ്ധരിച്ചത് ദുർബലമായ ചില പരമ്പരകളിലൂടെയാണ്. ആ പരമ്പരയിൽ മോശപ്പെട്ട ആളുകളുണ്ട്, ദുർബലന്മാരായ ആളുകളുണ്ട്. അതുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിനെ സംബന്ധിച്ച് നിരൂപണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം അതിൽ ദുർഫുണ്ട്, ദുർബലതയുണ്ട്, ദുർബലന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല. അത് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഖ്ദാവ് ബർക്കത്ത് കൊണ്ടാണ്, ഇടതേടിയിട്ടാണ് പാപം പുറത്തതെന്ന് പറയുന്ന കാര്യം പ്രമാണത്തിന് വിരുദ്ധമാണ്. അതേ അവസരത്തിൽ കുറച്ചുകൂടി കടന്നു നോക്കിയാൽ ഫാത്തിമ മൗലൂദിലും ഷിയാക്കളുടേതായ കൃതികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കേവലം മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടല്ല പാപം പൊറുക്കപ്പെട്ടത്. ബിഹഖി മുഹമ്മദിൻ വ ഫാത്തിമ വഅലി വ ഹസൻ വ ഹുസൈൻ, അഞ്ചാളുകളുടെ പേരിലാണ് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയാർ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവർ അഞ്ചാളുടെയും ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പൊറുക്കപ്പെട്ടത്. അങ്ങനെ ഒരു കെട്ടുകഥ. പല കെട്ടുകഥകളും പലരും പറയുന്നു, പലയിടത്തുണ്ട്. അല്ല, അന്നും ഞാനുണ്ട് എന്ന് മൊയ്‌ദി ശൈഖ് പറഞ്ഞതായിട്ട് വേറെ കൃതികളിലും കാണുന്നു. എല്ലാം ഇസ്ലാമിന് നിരക്കാത്തതാണ്, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണ്. ഇതിലൊക്കെ അപ്പുറം പരിശോധിച്ചു നോക്കിയാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് യേശുവിലൂടെയാണ് ആദമിന്റെ പാപം പൊറുക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ആ അർത്ഥത്തിൽ മൊത്തത്തിൽ ഇതൊക്കെ ഏറ്റെടുത്ത ആളാണല്ലോ യേശു. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാം കാരണത്താലാണ് സല്ലത്തു ആദം അലൈഹിസ്സലാമിന്റെ പാപം പൊറുക്കപ്പെട്ടത് എന്ന് അവരും അഭിപ്രായപ്പെടുന്നു. എല്ലാം ചെന്ന് ചേരുന്ന കേന്ദ്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഏതാണ്ട് ഒരേ കേന്ദ്രത്തിലേക്കാണ്. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഇവിടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥന, ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല. ഒരാളുടെ ഹക്ക് കൊണ്ട് പുറത്തു തരണേ എന്ന് പറയുന്ന സമ്പ്രദായം. എന്നിട്ട് ഈ സമ്പ്രദായത്തെ ന്യായീകരിക്കാൻ വേണ്ടി പലരും അത് അംഗീകരിച്ചതായി കെട്ടുകഥയുണ്ടാക്കി. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കെട്ടുകഥയുണ്ടാക്കിയത് ആരുടെ പേരിലാ? അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, അദ്ദേഹം ചില പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പാട്ട് ബുക്ക് ഉണ്ടാക്കി. മനസ്സിലാക്കണം ആളുകൾ ചെയ്യുന്നത്. ഹിജറ 9-ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ 852 ഹിജറ 852 മരിച്ചുപോയിട്ടുള്ള ഒരാള് കുറച്ച് പാട്ടുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് ആ പാട്ടുകളൊക്കെ അത് അബൂ ഹനീഫ ഇമാമിന്റെ ഖസീദകളാണ്, പാട്ടുകളാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചൊല്ലിയ വരികളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കി. എന്നിട്ട് എന്താ അതിൽ തുടങ്ങുന്നത്? മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പോലും, ആരെ വിളിച്ചിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ട് പറഞ്ഞു പോലും. എന്താ പറഞ്ഞത്? മഹാനായ താങ്കളെ
അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം പാട്ടുപാടി എന്നാണ് നബിയോടെ. കുറെ വരികളുള്ള കുറെ പാട്ടുകളാണ്. അതിൽ ഒരു വരി ഇങ്ങനെയാണ്: അൻതല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? നബിയെ, നിങ്ങൾ എന്ന് പറഞ്ഞ ആരാന്നറിയോ? ആദം നബി നിങ്ങളെ കൊണ്ട് ഇടതേടിയപ്പോഴാണ് അദ്ദേഹം വിജയിക്കുകയും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അദ്ദേഹം നിങ്ങളുടെ ഒക്കെ വല്യപ്പയാണല്ലോ, ഉപ്പയാണല്ലോ. അങ്ങനത്തെ വല്യാപ്പ വരെ നിങ്ങളെ കൊണ്ടാണല്ലോ ഇടതേടിയിട്ടുള്ളത് എന്ന് നബിയെ വിളിച്ചുകൊണ്ട് ആര് പറഞ്ഞൂന്ന്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇല്ല സഹോദരങ്ങളെ, കെട്ടിയുണ്ടാക്കണം. കാരണം അബൂ ഹനീഫ ഇമാമിന്റെ കിതാബുകളിൽ മഹാനവറുകളുടെ അഭിപ്രായം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ? അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി കേട്ടോളൂ. അദ്ദേഹം പറയാണ്: വഅക്റഹു, എനിക്കിഷ്ടല്ല, ഞാൻ വെറുക്കുന്നു. അൻയഖൂലദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ പറയൽ, ബിഹഖി ഫുലാൻ വബിഹഖി അംബിയായിക, ഇന്നയാളുടെ ഹക്ക് കൊണ്ട്, അല്ലാഹുവേ ഇന്ന വ്യക്തിയുടെ ഹക്ക് കൊണ്ട്, അതല്ലെങ്കിൽ നിന്റെ നബിമാരുടെ ഹക്ക് കൊണ്ട് എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ പറയുന്നതിനെ ഞാൻ വെറുക്കുന്നു. ആരാ പറയുന്നത്? അബൂ ഹനീഫ ഇമാം. അദ്ദേഹം പറയാണ് എനിക്കത് വെറുപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഉറപ്പല്ലേ ഈ കവിത അബൂ ഹനീഫ ഇമാം പാടിയിട്ടില്ല? കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തൊരു പണി എനിക്ക് വെറുപ്പാന്ന് അബൂ ഹനീഫ ഇമാം പറയോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തൊരു പണി എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അതിനോട് വെറുപ്പാണെന്ന് ഒരു മുസ്ലിം പറയോ? അബൂ ഹനീഫ ഇമാം പറയോ? പറയൂല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അത് പിൽക്കാലത്ത് കെട്ടിവെച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ചില കള്ള ഹദീസുകൾ കണ്ടില്ലേ, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, അതും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അല്ലാഹ് ആദമിനോടൊന്ന് പറഞ്ഞു, ആ വരാൻ പോണ മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ പടക്കൂലായിരുന്നു, ലോകത്തെ ഒന്നും പടക്കൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാ കെട്ടുകഥകളാണ്. മൗലൂആയ ഹദീസ്, മൗലൂആയ ഭാഗമാണത്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഗോളങ്ങളെ ആകമാനം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അതൊക്കെ കെട്ടുകഥകളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം ദുർബലമായ അഭിപ്രായങ്ങൾ പലരും സമൂഹത്തിൽ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകാര്യമല്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. അവരെന്താണ് പഠിച്ചത്, എന്താണ് തേടിയത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് മനുഷ്യനുള്ള മാതൃകയാണ്. അബദ്ധം സംഭവിച്ചാൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അതുപോലെ തന്നെ വേറെയും കുറെ രൂപത്തിലുള്ള കഥകൾ സമൂഹത്തിൽ അത് ആ പേരിൽ തന്നെ പ്രചരിച്ചതായി കാണാൻ സാധിക്കും. നമ്മൾ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. ഇസ്ലാമികമായി ശൈത്താൻ എപ്പോഴും മനുഷ്യനിൽ വിശ്വാസം തകർക്കാനും അവന്റെ കർമ്മം തകർക്കാനും ഏതൊക്കെ രൂപത്തിൽ പ്രകോപിപ്പിക്കാനും എങ്ങനെയൊക്കെ ചെയ്തിട്ട് പഴപ്പിക്കാൻ കഴിയോ അതൊക്കെ ശൈത്താൻ ചെയ്യും. ഏത് നിലക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൈത്താന് ഏതൊക്കെ വിധത്തിൽ നശിപ്പിക്കാനാകോ അതൊക്കെ ചെയ്യും. തന്ത്രം മെനയെന്ന് പറഞ്ഞില്ലേ, ഒന്നുകിൽ അവൻ ഇഫറാത്ത് ഉണ്ടാക്കും, അല്ലെങ്കിൽ തഫ്രീത്ത് ഉണ്ടാക്കുന്നതാണ്. എന്താ ഇഫറാത്തും തഫ്രീത്തും? ഇഫറാത്ത് എന്നുള്ള അറബി പദത്തിന് അർത്ഥം അമിതത്വം ചെയ്യിക്കുക, വേണ്ടാത്തതൊക്കെ ചെയ്യിപ്പിക്കുക. ശൈത്താൻ ചെയ്യുന്ന ഒരു പണിയാണ്. ആവശ്യമില്ലാത്ത കൽപ്പനയില്ലാത്ത കാര്യമൊക്കെ ധാരാളം ചെയ്യിപ്പിക്കും. തഫ്രീത്ത് എന്ന് പറഞ്ഞാലോ വേണ്ടതൊക്കെ ചെയ്യാതാക്കും, ഒന്നും ചെയ്യാതാക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന പണി ബാത്തിലാക്കുക. ഒക്കെ ശൈത്താനില്ലാ തന്ത്രവും മെനയും. പണ്ഡിതന്മാര് പറയാണ്, അല്ലാഹ് ഏതൊരു കാര്യത്തിന് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലാവ ശൈത്താനു മാ അമറല്ലാഹു തആല ബി അംരിൻ ഇല്ലാവ ശൈത്താനു ലഹു ഫീഹി നസഅതാനി ഇമ്മാ ഇലാ തഫരീത്തിൻ വ തഖ്സീറിൻ വ ഇമ്മാ മുജാവസ വ ഗുലുവ് വലാ യുബാലി ശൈത്താൻ ബി അയ്യിഹിമാ ദഫർ. ഏത് കിട്ടിയാലും അവന് സന്തോഷമായി. ഒരു മനുഷ്യനൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒന്നുകിൽ അത് ചെയ്യരുതേ, ചെയ്യാതിരിക്കാനുള്ള രൂപത്തിലുള്ള ഫിത്തനകൾ അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും. ഉദാഹരണം പറയുന്ന, ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാണ്, ബാങ്ക് കേട്ടം. ശൈത്താൻ പറഞ്ഞു നോക്കും, കുറെ പറഞ്ഞു നോക്കാം, പോണ്ടടാ, എന്തൊക്കെ തിരക്കുണ്ട്, ഒരുപാട് പണിയില്ലേ, ഇപ്പൊ പോണ്ട. ഇയാൾ അതൊക്കെ കെട്ടിമറിഞ്ഞ് ഒഴിവാക്കി പള്ളിയിലേക്ക് വരികയെന്ന് വിചാരിച്ചോളൂ. എന്നാ ശൈത്താൻ വിടുവോ? പിന്നെ നിസ്കരിക്കാൻ നോക്കുമ്പോ ഞാൻ നിസ്കരിക്കുമ്പോ ഏതായാലും ഉറപ്പായി, ഞാൻ നിസ്കാരം കബൂലാകാതിരിക്കാൻ എന്തൊക്കെ തോന്നിപ്പിക്കണോ മനസ്സിൽ, അതായിരിക്കും അടുത്ത പണി. എന്തായാലും ശൈത്താൻ വിടൂല. അതുകൊണ്ട് അത്ര കഠിന ശത്രുവാണെന്ന് പറയുന്നത്. നല്ലൊരു കാര്യത്തിന് ഏതൊരുങ്ങുമ്പോഴും ഖുർആൻ പാരായണത്തിന് ഒരുങ്ങുന്നതായാൽ, ഖുർആൻ ഓതാനിരിക്കുമ്പോ എന്തുകൊണ്ടാ തുടങ്ങാൻ പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ശപിക്കപ്പെട്ട, എല്ലാ റഹ്മത്തിൽ നിന്നും അടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. ഏത് നന്മയും മുടക്കും, ഏത് നന്മയും മുടക്കും, ഏത് തിന്മയിലേക്കും പ്രലോഭിപ്പിക്കും, ഏത് തിന്മയിലേക്കും നമ്മൾ ചെന്ന് കിട്ടാൻ വേണ്ടി സുന്ദര മോഹന വാഗ്ദാനങ്ങൾ പറയും. നേരത്തെ പറഞ്ഞില്ലേ, അരൂപത്തിലെല്ലാം അവൻ ചെയ്യും. അവൻ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഫിത്ന. നമ്മൾ 5 നേരവും അല്ലാഹുവോട് തേടുന്നുണ്ട്, ഫിത്നയിൽ പെടുത്തല്ല റബ്ബേ. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات. فتنة المحيا والممات, ജീവിതത്തിലും മരണത്തിലൊക്കെ ഉണ്ടാകുന്ന ഫിത്ന. എന്താ ഈ ഫിത്ന? എന്ത് ഫിത്നകളിലേക്കാണ് ശൈത്താൻ കൊണ്ടുപോകുക? എന്തൊക്കെ ഫിത്നകളാണ് സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാവുക? പണ്ഡിതന്മാര് പറയണ 2 നിലക്കുള്ള ഫിത്നകൾ ഉണ്ടാകും. ഒന്ന് ഫിത്നുശ്ശഹ്വാത്ത്, ഫിത്നത്തുശ്ശഹ്വ. മറ്റൊന്ന് ഫിത്നത്തുശ്ശുബ്ഹ, ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുക. നമ്മളെ മനസ്സിൽ ഇങ്ങനെ ദീനിയായ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കുക. അത് പറഞ്ഞിടത്തും കാര്യമില്ലേ, അതും ശരി തന്നെയല്ലേ, ഇതും ശരി തന്നെയല്ലേ. ഇവൻ ഉറക്കൂല, ഇവനൊന്നിലും ഉറച്ചു നിൽക്കാതെ ഇവൻ ഇങ്ങനെ ശിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ ഇടയിൽ ഇങ്ങനെ പെട്ട് അതും ശരി, യുക്തിവാദി പറയണ നോക്കുമ്പോ അതും ശരി, മുശ്രിക്ക് പറയണ നോക്കുമ്പോ ഇതും ശരി, മറ്റവൻ പറയണ നോക്കുമ്പോ അതും ശരി. ഇങ്ങനെ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഇതൊരു ഫിത്നയാ. ഉറക്കൂല. മുഅ്മിനീങ്ങൾ ഉറക്കും എന്ന് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ആമനു സുമ്മലം യർതാബു എന്നാ പറഞ്ഞത്. അവർക്ക് പിന്നെ സംശയമൊന്നുമില്ല, വളരെ കണിശക്കാരാണ്, വളരെ കൃത്യമായി ഉൾക്കൊള്ളും. ഇങ്ങനെയുള്ള ശുബ്ഹത്ത്, സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ദീനിൽ നിന്ന് ഇങ്ങനെ തെറ്റിക്കും. എന്താപ്പ ഈ അല്ലാഹ് എന്തിനാപ്പ അത് അങ്ങനെ ചെയ്തു? എന്തിനാപ്പ ഇതൊക്കെ അറിഞ്ഞിട്ട് അല്ലാഹ് ശൈത്താനെ പഠിച്ചു? എന്തിനാ പിന്നെ സ്വർഗത്തിലേക്ക് ആക്കിയത്? ഇതൊക്കെ അതിന്റെ ഇവിടെ കഥ കേൾക്കുമ്പോ തന്നെ പലർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും, എന്തിനാപ്പ ഇതൊക്കെ ചെയ്യും? അപ്പൊ എന്തിനാ അങ്ങനെ? അല്ലാഹ് തന്നെ ആദ്യം തന്നെ ശൈത്താനെ പടക്കാതിരുന്നൂടെ? പിന്നെ നമുക്കൊക്കെ സ്വർഗത്തിലേക്കാണ് പോയിക്കൂടായിരുന്നില്ലേ? ഇതൊക്കെ പലത് ശുബ്ഹത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യരിൽ ഇങ്ങനെ ശുബ്ഹത്ത് ഉണ്ടാക്കും. ഇതിനെന്താ മാർഗം? ഇലാജുഹാ, പണ്ഡിതന്മാര് പറയണ ഈ ശുബ്ഹത്തിന്റെ ഫിത്നകള്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ രൂപത്തിലുള്ള വസ്വാസകൾ ഇങ്ങനെ പലതും ഉണ്ടാക്കി ദീനിൽ നിന്ന് അകറ്റാനുള്ള ശൈത്താന്റെ ശ്രമങ്ങൾക്കുള്ള ചികിത്സ എന്താണ്? അള്ളാന്റെ കിതാബിൽ നിന്ന് ശരിക്കും കൃത്യമായി ഉപകാരപ്രദമായ നിലക്ക് അറിവ് നേടണം. വമിൻ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്നും ശരിക്ക് കാര്യം പഠിക്കണം. അത് നമുക്ക് തോന്നിയതുപോലെ പഠിക്കരുത്, മനസ്സിലാക്കരുത്. ഖുർആനും സുന്നത്തും നമ്മൾ ഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാരും ആയത്താ ഓതുന്നത്, എല്ലാരും ഹദീസാ ഓതുന്നത്, ഞാൻ എന്താ ചെയ്യാ? ചില ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഓതുന്ന ആയത്ത്, ഇപ്പുറത്തും ഓരുന്നു ആയത്ത്, അവരും ഓരുന്നു ഹദീസ്, ഇവരും ഓരുന്നു ഹദീസ്, ഞങ്ങൾ എന്താ ചെയ്യാ? അതിനുള്ള പരിഹാരമാ പറയുന്നത്, നാഫിയായ ഇൽമു നേടണം. അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽ നിന്ന്. എങ്ങനെ നേടണം? ബിഫഹ്മി സ്വഹാബത്തിൽ അബ്റാർ, പുണ്യവാന്മാരായ സ്വഹാബത്തിന്റെ ഗ്രാഹ്യമനുസരിച്ച്. സ്വഹാബത്ത് എങ്ങനെയാ ആയത്തും ഹദീസും മനസ്സിലാക്കിയത്? അതുപോലെ മനസ്സിലാക്കുക. അവര് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ നമ്മളെ വകയായി ന്യായീകരണം വ്യാഖ്യാനൊന്നും കൊടുക്കല്ല. അവര് മനസ്സിലാക്കിയതുപോലെ മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് അറിയപ്പെട്ട മാർഗം നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ആ സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ ഗ്രഹിക്കണം. എന്നിട്ട് പിന്നെ വൽ ഇഖ്ലാസ് ഫീ ദാലിക വൽ അമലി ബിഹി, ഇഖ്ലാസോടെ ആ പഠിച്ച കാര്യങ്ങൾ ശരിക്കും ജീവിതത്തിലാണ് കൊണ്ടു നടന്ന ശുബ്ഹത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത്തെ ഫിത്ന ഫിത്നുശ്ശഹ്വാത്ത്, ശഹ്വത്തുകളുടെ ഫിത്ന. എന്താ ശഹ്വത്തുകളുടെ ഫിത്ന? തെറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നുക, തെമ്മാടിത്തം ചെയ്യാൻ ഇങ്ങനെ പ്രേരണ ഉണ്ടാവുക. കള്ളു കുടിച്ചോ, മദ്യപിച്ചോ, വ്യഭിചരിച്ചോ, അത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കേട്ടോ, അവിടെ പോയിക്കോ, ഇത് ചെയ്തോ, തോന്നിവാസങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രേരണ ഉണ്ടാവുക. അതിനെന്താ പരിഹാരം? ഇതിനെന്താ പരിഹാരം? ഇലാജുഹാ, അതിനുള്ള ചികിത്സ സബ്റു വല ത്വാഅതി വസ്സബ്റു അനിൽ മഅസിയ, നല്ല നല്ല കാര്യങ്ങൾ നീ കൂടുതൽ ക്ഷമയോടെ ചെയ്യലാണ്. നന്മ വർദ്ധിപ്പിച്ചോ, നിന്നിൽ ആ നിലക്കുള്ള ഫിത്നകൾ കുറഞ്ഞു കിട്ടും. നന്മ, നല്ല നല്ല കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യാം. തിന്മകളിൽ നിന്ന് അടുത്തു പോകാതെ തെറ്റിലേക്ക് താല്പര്യമുണ്ടാകുമ്പോ, അല്ലാഹ് കാണുന്നല്ലോ, അല്ലാഹ് കേൾക്കുന്നല്ലോ, അല്ലാഹ് അറിയുന്നല്ലോ എന്ന ബോധത്തോടെ തെറ്റുകളിൽ നിന്ന് നീ വിട്ടു നിൽക്കുക.
നിത്യജീവിതത്തിൽ നീ സുരക്ഷയുടെ കാവലായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചിരുന്നിട്ടുള്ള കാര്യങ്ങൾ നീ കൊണ്ട് നടക്കണം. അതെന്തൊക്കെയാണ്? അൽ മുവാദബത്തു അലാ ദിക്രില്ലാഹ്, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ മനസ്സില്ലെന്ന് മങ്ങാതെ സൂക്ഷിക്കണം. റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഖൽബിലെപ്പോഴും ഇങ്ങനെ നിലനിർത്തണം. അതേതൊക്കെ മുഖേനയാ നിനക്ക് നിലനിർത്താനാവുക? ബിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ നീ കഴിയുന്നത്ര ഓതണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അർത്ഥം പഠിക്കുക. ഒക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ശൈത്താന്റെ ശുബഹത്തുകളൊക്കെ നീങ്ങിപ്പോവും, ശഹവത്തും നീങ്ങിപ്പോവും. വൽ അദ്കാരിൽ വാരിദത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്റുകള് ഖുർആൻ ഓതണം, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലണം. ഏതാ ദിക്റുകള്? ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ളാന്റെ അടുത്ത് നിന്നുള്ള ദിക്റാണെന്ന് പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കുന്ന വക ദിക്റുകളല്ല. ഒരു വക ദിക്റുണ്ട് ഇപ്പൊ നാട്ടില്, വക ദിക്ർ. അത് 786 വക, 434 വക, 3333 വക, ഇങ്ങനെ കുറെ വക ദിക്റുകൾ. അതിലൊക്കെ ഓരോന്ന് എഴുതിണ്ടാക്കിയിട്ടുണ്ടാവും. മറ്റേ സലാത്ത്, ഈ സലാത്ത്, അത് കെഞ്ചുൽ അർശ്, നൂറുൽ ഈമാൻ, സലാമത്തുൽ ഈമാൻ, അളമുസ് സലാത്ത്, അത് ഇത് ജൽജലൂത്ത് ബൈത്ത്, അത് ബദരിയീൻ അസ്മാ, മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ ചെല്ലിയുള്ള പോരിശിയും പറയും. അതിനൊക്കെ നിഷേധിച്ച ഫിറൗനും ഹാമാനും ഖാറൂനും ഒക്കെ ചത്തുപോയതുപോലെ കാഫിറായിട്ട് ചത്തുപോകുന്ന ഭീഷണി ഉണ്ടാവുകയില്ലേ? നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആ വക പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് മറിച്ചു നോക്കുന്നുണ്ട്. ഭീഷണി എന്താണെന്നറിയോ? എന്താ ഭീഷണി? അവരാ ഉണ്ടാക്കിയതൊക്കെ അംഗീകരിക്കാത്ത ഒരുത്തനുണ്ടെങ്കിലേ അതൊന്നും ശരിയല്ല, ഇതൊന്നും ചൊല്ലരുത് എന്ന് പറഞ്ഞാല് കാഫിറായി ചത്തുപോകും. ചില്ലറ കാഫിറായി ചാകലൊന്നും അല്ല. ഖാറൂൻ ചത്തതുപോലെ, ഹാമാൻ ചത്തതുപോലെ, ഫിറൗൻ ചത്തതുപോലെ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. നോക്കണം നിങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഉമ്മമാരുടെ നിസ്കാരപ്പായയിൽ ഉണ്ടാകുമ്പോ ഒരു മുഷിഞ്ഞ ബുക്ക് പരതി നോക്കൊണ്ടു. പരി പോകുമ്പോ പലരുടെയും ഇവിടെ ഉണ്ടാവും കുറെ കിതാബ്, അതിലുണ്ടാവും കുറെ ദുആ ദിക്ർ എന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടത്തിൽ യാസീനും ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഇത് എപ്പോഴും. ഈ മാർക്കറ്റിംഗിൽ അതെല്ലാരും തന്ത്രമാണ്. ഈ മാർക്കറ്റിംഗിൽ വെറും മോശപ്പെട്ട കോതമ്പോ, മോശപ്പെട്ട ഈത്തപ്പഴോ, ചാരോ വാങ്ങും. നല്ലത് ഇങ്ങനെ പോയി അതിന്റെ ഉള്ളിൽ കൂടിയാ വെക്കുക. അപ്പോഴാണല്ലോ ഇത് ചെലവാകല്. ആ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് കുറെ ആയത്തും ചില ഹദീസൊക്കെ ഉണ്ടാവും, അതിന്റെ എടീ കൂടി ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ പലതും ഉണ്ടാകും. അങ്ങനെ പലരും ഉണ്ടാക്കും. അവർ TV-യിൽ അവതരിപ്പിക്കും, അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ദിക്റുകൾ പറയും. പെണ്ണുങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. എന്റെ ഭർത്താവ് പോയിട്ട് ഒരുപാട് കാലമായി തിരിച്ചു വരുന്നില്ല, ഞാൻ എന്താ ചൊല്ലേണ്ടത്? അപ്പൊ പറയും യാ ലത്തീഫ് 9000 തവണ ചൊല്ലിക്കോന്നറിയും. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എയ്ഡ്സ് ഉള്ള ഒരു രോഗി ചോദിച്ചു, എനിക്ക് എയ്ഡ്സിന്റെ ഭർത്താവ് മരിച്ചുപോയി, HIV ഉണ്ടായിരുന്നു, അപ്പൊ എനിക്കും ഉണ്ട് HIV എന്ന് ബോധ്യായി, ഇനിയിപ്പോ എന്താ ഞാൻ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഇനി ഒരു ദിക്ർ 1.25 ലക്ഷം വട്ടാണ് ചൊല്ലിക്കോ. പാദസരം പോയ ഒരു പെണ്ണിന്റെ പാദസരം പോയി, അതുകൊണ്ട് യാ ലത്തീഫ് എന്നൊരു 9000 തവണ ചൊല്ലിക്കോ. പിന്നെ ഒരുപാട് എണ്ണങ്ങൾ പറഞ്ഞു കൊടുത്തു. തേരയും പോകാനുള്ളൊരു സമയം കൂടി കൊടുക്കാതെ ഇതില്ലാത്തൊരു ദിക്റാണ് പറഞ്ഞു കൊടുത്തു. എന്നാലോചിച്ച് നോക്കി. അപ്പൊ ഇതിങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ എന്തിനാ? ഇതൊക്കെ പണ്ട് യഹൂദികൾ ചെയ്ത പണിയാ. അവരുടെ കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് വയഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, ഇതൊക്കെ അല്ലാഹ് ഇറക്കിയതാന്ന് പറയും. എന്തിന്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, അതുകൊണ്ട് തുച്ഛമായ ചില ലാഭം വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ അതിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്? നല്ല പണിയാ ചെയ്തത് അല്ല. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം, അതിലൂടെ അവർ നേടിയ മുതൽ കൊണ്ട് നാശം. ഗൗരവത്തിൽ പറഞ്ഞു യഹൂദി റബ്ബിമാരെ കുറിച്ച്. അപ്പൊ ദിക്റുകൾ നമുക്ക് മനസ്സമാധാനം തരും, ഉറപ്പാണ്. പക്ഷേ ദിക്റുകൾ ചൊല്ലുന്നത് ഏതായിരിക്കണം? വല്ലത് കാറുൽ വാരിദത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വാരിദായ ദിക്റുകൾ ചൊല്ലണം. ഇവിടെ മനസ്സിൽ നിന്ന് ശഹവത്തും ഒക്കെ നീങ്ങാനുള്ള പണിയാ പറയാ. പിന്നെയോ ശ്രദ്ധിച്ചോളൂ, വൽ മുഹാഫള അലൽ ജമാഅത്തി ഫിൽ മസ്ജിദി ഫിൽ ജുമുഅത്തി വ ജമീഇസ് സ്വലവാത്ത്, ജുമുഅ ജമാഅത്തുകൾക്ക് കൃത്യമായി പള്ളിയിൽ ഹാജരാവുക. ജുമുഅക്ക് കൃത്യമായി ഹാജരാവുക. ജമാഅത്തിന് 5 നേരവും പള്ളിയിൽ കൃത്യമായി, അതിൽ നല്ല സൂക്ഷ്മത പുലർത്തുക. നമ്മൾ വിചാരിക്കണില്ല എന്താ ഒരുപാട് നന്നാണെന്നൊക്കെ വിചാരിക്കേണ്ടതാണ്. പറ്റണില്ല, പിന്നെ ഇങ്ങനെ ആയി പോകണം. അതിനുള്ള മരുന്നായി പറയും. അതിനുള്ള മരുന്നാണ് ഈ പറയുന്നത്. ശീലിച്ചു നോക്കാനുള്ള ഇലാജ്, അതിനുള്ള മരുന്നായി പറയും. അത് മാത്രമല്ല, മുലാസമത്തു അഹ്ലിസ് സ്വലാഹി വത്തുഖാ, ഇതിന്റെയൊക്കെ പുറമേ നീ എന്ത് ചെയ്യണം? അത് വളരെ പ്രധാനമാണ്. നല്ല തഖ്വയുള്ള, നല്ല സ്വഭാവമുള്ള, നല്ലവരായ ആളുകളുടെ കൂടെ മാത്രം നീ നടക്കണേ. നീ നല്ലവരുടെ കൂടെ നിന്റെ കൂട്ടുണ്ടാകാൻ പാടില്ല.
അവരുടെ കൂടെ മാത്രം നീ നടക്കണം. തഖ്വയുള്ളവരുടെ കൂടെ, സലാഹ് നല്ല നന്മയുള്ളവരുടെ കൂടെ നീ നടക്കണം. അതുപോലെ തന്നെ വതർക്കി സുഹ്ബത്തിൽ അശ്റാർ, ചീത്ത സഹവാസത്തെ നീ വെടിയണം. കാരണം ഈ ചീത്ത കൂട്ടുകാരാരാണെന്നോ, ഫഇന്നഹും ശയാത്തീനുൽ ഇൻസി, അവരും മനുഷ്യരിലെ ശൈത്താന്മാരാണ്. ശൈത്താൻ രണ്ട് രൂപത്തിലുണ്ട്. ശയാത്തീനുൽ ഇൻസും ഉണ്ട്, ശയാത്തീനുൽ ജിന്നും ഉണ്ട്. അതാ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയുന്നത്. മനുഷ്യ പിശാച്ചുണ്ട്, ജിന്ന് പിശാച്ചുണ്ട്. ഇത് മനുഷ്യ പിശാച്ച, എനിക്ക് കാണാൻ കഴിയണ നിന്റെ കൂട്ടുകാരുണ്ടാവും. അവരിൽ നിന്ന് ഒഴിവായിക്കൊള്ളണം. കാരണം അവര് മനുഷ്യ പിശാചുക്കളാണ്. അവര് ചിലർക്ക് അവര് തമ്മിൽ സുന്ദരമോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് ചതിക്കുകയാണ് ചെയ്യുക. പലതും പറഞ്ഞ് ഇങ്ങനെ പ്രേരിപ്പിക്കും. ഒരു ക്ലാസ് ഒന്ന് കുടിച്ചോക്കടോ, ഇതൊക്കെ ഹറാമാന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു. എങ്ങനെ പതുക്കെ അടുത്ത് കൂടിയിട്ട് പറയും, ആരും കാണില്ല, ഒരു പുക വിട്ടോക്കടോ. എന്ത് കഞ്ചാവാണ് കൊടുത്തിട്ട്. സ്കൂളിലും കോളേജുകളിലും നാട്ടിലും എവിടെയും തട്ടുകട, സ്കൂളുകളുടെ മുമ്പിൽ, ക്യാമ്പസിന്റെ മുമ്പിലൊക്കെ മിഠായി തട്ടുകടകള്, പുകച്ചുരുളുകൾ അവിടെ ഇവിടെയും മരത്തിന്റെ ചോട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു. നമ്മുടെ നാട്ടില് പ്രൈമറി കഴിഞ്ഞ് ചെറിയ കുട്ടികൾ വരെ ഇതിന് അഡിക്റ്റ് ആവുകയാണ്. എന്താ ചീത്ത കൂട്ടുകെട്ട് ഇവര് വലിപ്പിക്കാണ്. ആദ്യം ഒന്ന് വലിച്ചു നോക്കുമ്പോ ഈ കുട്ടിക്കൊന്നും തരക്കെടില്ലല്ലോ, പിന്നെ അവനതിന് അഡിക്റ്റ് ആവുകയാണ്. അതാണ് അടുത്ത കാലത്ത് നമ്മളെ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. എക്സാം ക്ലാസ് വിട്ടിട്ട് ഒരു പെൺകുട്ടികള്, 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ക്ലാസ് ഒന്നും പോണില്ല. ഡെസ്കുമ്മ തലയും വെച്ച് കിടക്കാനാണ്. ബെല്ലടിച്ചിട്ട് ഈ കുട്ടികൾ പോകുന്നില്ല. ടീച്ചർ പോയിട്ട് തട്ടി വിളിച്ചു നോക്കുമ്പോ 3 എണ്ണത്തിനും ബോധമല്ല. എന്താ ഗഞ്ച അടിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം സഹോദരന്മാരെ. അവ കണ്ടോ, മനുഷ്യനെ ശഹവാത്തുകൾ ഈ ഫിത്നയിൽ അകപ്പെടുത്താൻ ചീത്ത കൂട്ടുകെട്ട് നീ ഒഴിവാക്കണം. അവര് എന്തും തോന്നിവാസത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ട് ശൈത്താൻ നമ്മിൽ ശുബ്ഹത്തിന്റെ ഫിത്നയും ഉണ്ടാക്കും. അത് നമ്മുടെ ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസം തകർക്കും. നമ്മുടെ സൽക്കർമ്മങ്ങളെ ദുഷ്കർമ്മങ്ങളാക്കി മാറ്റും. നമ്മെ കൊണ്ട് ബിദ്അത്തുകൾ ചെയ്യിപ്പിക്കും, നമ്മെ കൊണ്ട് അനാചാരങ്ങൾ ചെയ്യിപ്പിക്കും. എന്നിട്ടതൊക്കെ ദീനാണെന്ന് തോന്നിപ്പിക്കും, ഇല്ലാത്തതൊക്കെ ചെയ്യിപ്പിക്കും. ഉള്ളതിൽ നിന്ന് വിരക്തി ഉണ്ടാക്കും. അതുപോലെ തോന്നിവാസത്തിന്റെ മാർഗത്തിലേക്ക്, തെമ്മാടികളുടെ മാർഗങ്ങളിലേക്ക് നമ്മളെ അവരിങ്ങനെ പിടിച്ചു കൊണ്ടുപോകും. അത് സൂക്ഷിച്ചോളണം എന്നാണ് നമ്മളെ പാഠമാണ്. ശൈത്താൻ എല്ലാ നിലക്കും ഏത് വിധേനയും നമ്മെ അവൻ എന്തു ചെയ്യും? അവൻ ഈ രൂപത്തിലൊക്കെ പ്രലോഭിപ്പിച്ചു കൊണ്ടു നടക്കും എന്ന് ഗൗരവത്തോടുകൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ഈ ബോധം നമ്മിൽ നിലനിൽക്കുമ്പോ അള്ളാന്റെ കാവലുണ്ടാകും. ശൈത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ശരിയായ ദാസന്മാരെ പഴിപ്പിക്കാൻ എനിക്ക് കഴിയൂല. അവരിൽ പെട്ടുപോകണം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുകൊണ്ടാണ് എപ്പോഴും നിരന്തരമായി നമ്മൾ എന്ത് പറയണത്? ശൈത്താനിൽ നിന്ന് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ നിമിഷത്തിൽ പോലും, തന്റെ ഇണയുമായി ബന്ധപ്പെടുന്ന അവസരത്തിൽ പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയിൽ ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കുന്ന പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യൻ ഏത് ഘട്ടത്തിലും എവിടെയും പിന്നാലെ കൂടും. നമ്മൾ അറിയാതെ അവന്റെ പിന്നാലെ പോയി പെട്ടുപോകരുത് എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താ? ജന്മനാ മനുഷ്യന്മാരൊക്കെ എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഈ അബദ്ധം പറ്റിയത് കൊണ്ട് ഭൂമിയിലേക്ക് മനുഷ്യരൊക്കെ പറന്നു വീണിട്ടുള്ളത് എങ്ങനെയാണ്? ജന്മനാ ഒക്കെ പാപികളായിട്ട് അവിടെ എല്ലാവരും ജനിക്കുന്നതെന്നാണ് ക്രൈസ്തവ വിശ്വാസം. ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. ഇവിടെ മനുഷ്യനൊക്കെ ജനിക്കുന്നത് പാപികളായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെ പാപവും ആദി പാപമടക്കം എല്ലാവരുടെയും പാപം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു കുരിശിലേറിയത് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോ പാപിയാണോ? അല്ല. അബദ്ധമാണെന്ന് ബോധ്യമായി തൗബയും ചെയ്ത് അള്ളാഹ് നല്ല ശുദ്ധനാക്കി ആ പശ്ചാത്താപം സ്വീകരിച്ചിട്ട് അങ്ങോട്ട് പോരുന്നത്. അല്ല, ഭൂമിയിലേക്ക് പാപിയായിക്കൊണ്ട് ഇറങ്ങി വന്നിട്ടില്ല. ആ അടിസ്ഥാനം തന്നെ പെശക. ഭൂമിയിലേക്ക് പാപിയായിക്കൊണ്ട് മനുഷ്യൻ വന്നു എന്ന് പറയുന്ന അടിസ്ഥാനം തന്നെ പെശകാണ്. മാത്രമല്ല, അന്നൊരാൾ പാപം ചെയ്തതിന്റെ പാപത്തിന്റെ ഭാരം ജനിക്കാനിരിക്കുന്ന എല്ലാവരും പാപികളാണ് എന്ന് പറയുന്ന ആശയം തന്നെ ഇസ്ലാമിന് തീർത്തും അന്യമാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കപ്പെട്ട ഒരു തത്വമാണ്. അംലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസാ വ ഇബ്രാഹീം അല്ലദീ വഫാ.
അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. ഒരു പാപഭാരവും ഒരാളുടെ പാപം ഏറ്റെടുക്കൂല. അങ്ങനെ ഒരാൾ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി വരിക, എന്നിട്ട് കുരിശിലേറുക, മരിക്കുക. ദൈവം തന്നെ അങ്ങോട്ട് വന്നിട്ട് അടിമകളുടെയൊക്കെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി കുരിശിലേറി, കല്ലറയിൽ കയറി, പിന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ എല്ലാവരുടെയും പാപം അദ്ദേഹം ഏറ്റെടുത്തത് കൊണ്ട് അന്നത്തെ ദിവസം ഗുഡ് ഫ്രൈഡേ. പക്ഷെ കുരിശിൽ കിടന്ന് വട്ടഹസിച്ച് നിലവിളിച്ച് വേദന സഹിച്ചല്ലോ എന്നതോർക്കുമ്പോ ദുഃഖവെള്ളി. അങ്ങനെയാ ഗുഡ് ഫ്രൈഡേ എന്ന ദുഃഖവെള്ളി എന്ന് പേര് വന്നത്. ആഴ്ച നോക്കുക അതിൽ പേരിലുള്ള വിരോധാഭാസം കലണ്ടറിലൊക്കെ കാണും. ഗുഡ് ഫ്രൈഡേ എന്ന ദുഃഖവെള്ളി. അതെന്താ? അതന്നെ ഗുഡ് ഫ്രൈഡേ ആയത് എന്തുകൊണ്ടാ? എല്ലാ പാപവും മൂപ്പര് ഏറ്റെടുത്തില്ലേ. പിന്നെന്താ ദുഃഖമായത്? കുരിശിൽ തറച്ചില്ലേ. അപ്പൊ ഒന്ന് ഗുഡായി, മറ്റൊന്ന് ബാഡായി. അപ്പൊ ഒന്ന് ഗുഡ് ഫ്രൈഡേ എന്ന ദുഃഖവെള്ളി, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. ഇതൊക്കെ അടിസ്ഥാനരഹിതാണ്. ഇസ്ലാം അതുമായിട്ട് യോജിക്കുന്ന ഒരു പോയിന്റും ഇല്ല. മാത്രല്ല ഇസ്ലാം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പാപിയായിട്ടാ പറന്നു വീഴുന്നത് എന്നല്ല. മനുഷ്യമ്പടെ ജന്മനാ പാപിയായിട്ടാ പറന്നു വീഴുന്നത് എന്നല്ല ഇസ്ലാം പറയുന്നത്. എല്ലാ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത് ശുദ്ധനായിട്ടാണ്, ഒരു കളങ്കമില്ലാത്ത മനസ്സായിട്ടാണ്. അതുകൊണ്ട് ആ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ ഹൃദയം പോലെ എന്ന് പറഞ്ഞു. അപ്പൊ പാപിയായ ഹൃദയമാണെങ്കിൽ പിന്നെ ഹജ്ജ് കഴിഞ്ഞാൽ പാപിയായിട്ടാ വരുന്നത്. അപ്പൊ ഒരിക്കലും അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നു, ശുദ്ധ പ്രകൃതിയോടെയാണ് എല്ലാവരും ജനിക്കുന്നത്. പിന്നെ അവരിൽ മോശം ഉണ്ടാക്കുന്നതാരാ? അവന്റെ മാതാപിതാക്കളാണ്. യുഹവ്വിദാനിഹി, ഒന്നുകിൽ അവനെ യഹൂദിയാക്കുന്നത്, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ നസ്രാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധകനായ മജൂസിയാക്കി മാറ്റുന്നത്. അഥവാ ജന്മപാപികളല്ല മനുഷ്യന്മാര്, അവന്റെ കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും കാരണത്താലാണ് പാപം വരുന്നതും പാപികളായി മാറുന്നതും. അതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതിലപ്പുറമുള്ള വീക്ഷണം ഇസ്ലാമിലില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചർച്ച സമൂഹത്തിൽ എവിടെയാണ് ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്? പലരും ചർച്ച ചെയ്യുന്നു. ഇസ്ലാമികമായിട്ട് പ്രാമാണികമായി തെളിയിക്കപ്പെടാവുന്ന ഒരു പ്രമാണത്തിലും അതില്ല. എവിടെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയത്? പലരും പറയുന്നു ഇന്ത്യയിലെ സിലോണിലെ ശ്രീലങ്കയിലെ ആദമ്മല അവിടെയാണ് ഇറങ്ങിയത്, ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു അൻഹ എവിടെയാ? അവരിറങ്ങിയത് ജിദ്ദയിലാണ്. അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് പിന്നെ ആദം നബി ഇങ്ങനെ കുറെ കാലം യാത്ര ചെയ്ത അവസാനം ജിദ്ദയിലുള്ള ജിദ്ദ, ആ പേരൊക്കെ യോജിപ്പിച്ചുണ്ടാക്കാണ്. ജദ്ദാനാണ്, ഉമ്മാമാനാണ് അർത്ഥം. നമ്മളെ വല്യമ്മയുടെ നാടാണ്, അതാ ജദ്ദ, അതാ ജിദ്ദ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ ഏത് കാലത്താ കണ്ടുപിടിച്ചത്? ജിദ്ദ എന്നുള്ള പേരൊക്കെ എന്നാ വന്നത്? എന്നിട്ട് ഇവർ രണ്ടാളും കൂടെ കണ്ടുമുട്ടി. എവിടുന്ന്? അറഫാത്ത്. അതാണ് അറഫാ മല, പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലം. മക്കത്തുനിന്ന് അവർ കണ്ടുമുട്ടി. അങ്ങനെ ആദം നബി ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അവിടെ ഒക്കെ ആദം നബിയുടെ കാലുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാട് വെച്ചിട്ട് അതിങ്ങനെ അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അവിടെ മാല ചാർത്തി പൂജിച്ച് അങ്ങനെയുള്ള പല രൂപത്തിലുള്ള ചിന്താഗതി. അടിസ്ഥാനമൊന്നുമില്ല സഹോദരങ്ങൾ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. മുസ്ലിം ലോകത്ത് അറിയപ്പെട്ടിരുന്ന മഹാനായ പണ്ഡിതനാണ്, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അദ്ദേഹത്തോടൊരു ചോദ്യം. ഹൽ സഹീഹ് അന്ന ആദം അലൈഹിസ്സലാം നസല ഫീ ശ്രീലങ്ക? ശ്രീലങ്കയിലാണ് ആദം അലൈഹിസ്സലാം ഇറങ്ങിയത് എന്നതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ശരിയാണോ? ഫഅജാബ, അദ്ദേഹം പറഞ്ഞു, ലാ അസ്ല ലിഹാദ, ഇതിനൊരു അടിസ്ഥാനമില്ല. വലാ അസാസ ലിഹാദ, ശരിയല്ല. ഒരു രൂപത്തിലും അദ്ദേഹത്തിന്റെ ഖബർ എവിടെയെന്നും അറിയപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ എവിടെയാണ് അദ്ദേഹം ഇറങ്ങിയത് എന്നൊന്നും തെളിവില്ല. എവിടെയാണ് അദ്ദേഹത്തെ മറമാടപ്പെട്ടത് എന്നുള്ളതിനും ഒരടിസ്ഥാനവും ഇല്ല. അവിടെ ഇപ്പൊ പലരും പറയുന്ന അവിടെ ആദം നബിയുടെ ഖബർ അവിടെ സിലോണിലുണ്ട്, ജിദ്ദയില് ഹവ്വാ ബീവിയുടെ ഖബറും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഖബറും തെരഞ്ഞു പോകണമെന്ന് എന്തിനാ? ഇങ്ങനെ കിട്ടിയാ വല്ലതും നടക്കുമോ നോക്കാനാണ്. ഇസ്ലാമിൽ നിങ്ങൾ നോക്കൂ, മഹാന്മാർ ലക്ഷക്കണക്കിന് പ്രവാചകൻ, ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ വന്നു. ആരുടെ ഖബറായി ലോകത്ത് ഉണ്ട് എന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടൊരു സംഗതി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ മാത്രമാണ് മദീനത്തുണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു നബിയുടേതുള്ളത്. പിന്നെ പറയപ്പെടുന്ന രണ്ടാമത്തെ അഭിപ്രായം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെത്
ഫലസ്തീനിൽ ഹെബ്രോണിൽ അവിടെ ഖലീൽ എന്ന് പറയുന്ന രാജ്യത്തുണ്ട് എന്നും അതും അത്ര തന്നെ കൃത്യമായി തെളിയിക്കപ്പെട്ടതല്ല. എന്നാലും രണ്ടാമതായിട്ട് അതേ അറിയപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, കൃത്യമായി അറിയിക്കപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ലോകത്തൊരാൾ കൊണ്ട് കാണാനും കഴിയാത്ത നിലക്ക് അത് ഭദ്രമായി ബന്ദവസ്സാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഖബറുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പോയിട്ടുള്ള ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഇസ്ലാമിലില്ല. ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഖബർ എവിടെയെന്ന് പഠിപ്പിക്കൂലേ? അത് ലോകത്തിന് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടൂലേ? പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ എന്താണ്, പലയിടത്തും ഇന്ന് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ ഖബറുകളാണ്. സലാലയിൽ പോയൊക്കെ അവിടെ കുറെ നബിമാര് കുറെ സ്ഥലത്ത് പലരുടെയും പേരിൽ പ്രവാചകന്മാരുടെ ഖബറുകളാണെന്ന് പറയുന്നു. ഒന്നിനും അടിസ്ഥാനമില്ല. ചിലയിടത്ത് ഹൈഫിലാണ്, ഹറമിലാണ് എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നു എന്നതല്ലാതെ സഹോദരങ്ങളെ അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം, ഒരു ചെറിയ രൂപത്തിൽ അഥവാ ഒരു സ്ത്രീ പ്രകൃതം ജനങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം എന്നുകൂടി ചില ഹദീസുകളിൽ സൂചനയുണ്ട്. അതായത് ഈ ഇബ്ലീസിന്റെ ഈ കുതന്ത്രത്തോടൊപ്പം തന്നെ ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നും ചില പ്രേരണകൾ ഈ വിലക്കപ്പെട്ട കരി ഭക്ഷിക്കുവാൻ, മരത്തോട് സമീപിക്കുവാൻ ഹവ്വാ ബീവിയിൽ നിന്ന് ഒരു ചെറിയ പ്രേരണയും കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന നിലക്കുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് മനുഷ്യരുടെ ഒരു പ്രകൃതാണ്. സ്ത്രീകളിൽ നിന്ന് ചിലപ്പോ അവരുടെ പ്രകൃത്യാ തന്നെയുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. അത് ആണുങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം, അതൊക്കെ അവരുടെ പ്രകൃത്യായുള്ള സ്വഭാവമാണ് എന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ എന്ന് അതിനെയൊക്കെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരൊറ്റ പ്രവാചകനെയും അവരുടെ ഭാര്യമാര് ഒരിക്കലും ഒരു തെറ്റായ കാര്യത്തിൽ ഏത് നിലക്ക് ഒരു വ്യഭിചാരത്തിന്റെ രൂപത്തിൽ വഞ്ചന നടത്തിയിട്ടില്ല. ഒരു നബിയെയും വഞ്ചിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, രണ്ടാളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ രണ്ട് ഭാര്യമാരും രണ്ടാളെയും ചതിച്ചു, രണ്ടാളെയും വഞ്ചിച്ചു. അതെന്താ ചതി? ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആദർശത്തിലുള്ള വിശ്വാസമാണ്. മറ്റൊന്ന് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിഥികള് നാട്ടിലേക്ക് വന്നപ്പോ ആ നാട്ടിലുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്ക് വിവരം കൊടുത്തത് ഈ ഭാര്യയായിരുന്നു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഒരു പ്രവാചകന്റെയും ഭാര്യമാര് അവരാരാവട്ടെ വ്യഭിചാരികളല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പരിശുദ്ധമായ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഒരിക്കലും വ്യഭിചാരം ചെയ്തുകൊണ്ട് ഒരു പ്രവാചകന്റെയും ഭാര്യമാര് ഒരു പ്രവാചകന്മാരെയും എന്ത് ചെയ്തിട്ടില്ല? ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. അത് ഉറപ്പാണ്. അതല്ലാത്ത നിലക്കുള്ള രൂപത്തിലുള്ള മാനുഷികമായ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് മനുഷ്യപ്രകൃതമാണ്, അത് മനുഷ്യപ്രകൃതവുമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. ഇവിടെ സഹോദരങ്ങളെ, ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നിന്നെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ ശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചിരുന്നത് പോലെ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക.